വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ഈ സന്ധ്യാസമയം അടുത്തു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തിയതിനായി നന്ദിയോട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരും കാലാവസ്ഥയുടെ ക്ലേശങ്ങളാൽ ശരീരത്തിൽ ക്ഷീണിതരായി രോഗികളായി ക്ലേശം അനുഭവിക്കുന്ന പിതാവേ, അങ്ങയുടെ കൃപ ഹല്ലേലൂയ ഓരോരുത്തരെയും സ്പർശിക്കണമേ, വിളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുവാൻ ഏഴകളെ സഹായിച്ചല്ലോ. ഞങ്ങൾക്ക് ബലം തന്നു, ശക്തി തന്നു, സൗഖ്യം തന്നു, ആരോഗ്യം തന്നു, ഹല്ലേലൂയ സാവകാശം തന്നു. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നതിന്റെ ഹല്ലേലൂയ അർത്ഥം ഞങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഇരുപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരുമാറാകണമേ. ഞങ്ങൾ അശക്തരാണ്, ബലഹീനരാണ്. സർവശക്തൻ ബലവാനായി ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ വാഴുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ദാഹത്തോടെ ആർത്തിയോടെ അടുത്തു വരുന്നേ കർത്താവേ, ദൈവത്തിന്റെ കൃപ ഞങ്ങൾക്ക് ഈ സന്ധ്യാസമയം തരുമാറാകണമേ. നന്ദിയോട് സ്തോത്രം. അങ്ങേ ആരാധിക്കുന്നതിൽ സന്തോഷിക്കുന്ന കർത്താവേ, അങ്ങേ പാടിപ്പ് കേൾക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ നാഥ. ഏകാഗ്രതരായി ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആത്മസന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. വിശുദ്ധാനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ദൈവകൃപയുടെ പകർച്ച അനുഭവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആത്മാവിലെ ആനന്ദം ഞങ്ങളുടെ മേൽ അയക്കുമാറാകണമേ. ഞങ്ങളെ ജീവിപ്പിക്കുന്ന ആത്മാവിനാൽ അല്ലാതെ അത് സാധ്യമല്ലല്ലോ എന്ന് ഞങ്ങൾ തിരുമുമ്പാകെ ഏറ്റുപറയുന്ന കർത്താവേ, ഞങ്ങളുടെ മേൽ ബലം തന്നാണ്, ഞങ്ങളിൽ ശക്തി തന്നാണ്, ഞങ്ങളുടെ മേൽ അനുഗ്രഹിച്ചടിഞ്ഞാണ്, സ്വർഗീയ കൃപകൾ ഞങ്ങളുടെ മേൽ പകർന്നാണ്. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ മക്കളുടെ ആവശ്യങ്ങളെ അറിയുന്നല്ലോ, ഹല്ലേലൂയ ഭാരങ്ങളെ അറിയുന്നല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സ്പർശിച്ച് ദൈവത്തിന്റെ കൃപയും വിടുതലുമായി ചാടുന്ന കർത്താവേ, നന്ദിയോട് സ്തോത്രം. ആരാധനയ്ക്കെതിരായ ദുഷ്ടവ്യാപാരങ്ങൾ തകരട്ടെ, ശത്രുവിന്റെ പോരുകൾ തകരട്ടെ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനാകട്ടെ കർത്താവേ. അങ്ങയുടെ കൃപ ഞങ്ങൾ ഓരോരുത്തരെയും പകരണമേ. പ്രാർത്ഥിപ്പാനായി ദൈവശക്തി നാട് കർത്താവേ, ആത്മബലം നാട് കർത്താവേ, ദൈവശബ്ദം കേൾപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഏകാഗ്രതയോടെ ഞങ്ങളെ ഇരുത്തണമേ നാഥ. തിരുനാമം ഞങ്ങളുടെ മധ്യേ മഹത്വം എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കേൾക്കണേ സ്വർഗീയ പിതാവേ. Jesus, keep me near the cross, there were precious fountain, free to all believing faith, rose from Calvary's mountain. Shall I press me on the river, near the cross, a trembling soul, love and mercy found me, there the bright and morning star sheds me around in the cross, in the cross, in the cross, be my glory ever, till my righteous soul shall find rest beyond the river.
Jagannatha,
കർത്താവിന്റെ സന്നിധിയിൽ നാം അടുത്ത് വന്നിരിക്കുന്നു. നമ്മുടെ ആദരങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഹല്ലേലൂയ സംതൃപ്തിയോടെ ഹല്ലേലൂയ കർത്താവിനുള്ള അനുഭവങ്ങളോടെ ദൈവത്തെ ബോധപ്പെടുത്തുവാനായി ഹല്ലേലൂയ കർത്താവിന്റെ ആത്മശക്തി ആരാധനയ്ക്കായി നമ്മുടെ മേൽ പകരട്ടെ. സ്വർഗീയ ആരാധന നമ്മുടെ മേൽ പകരട്ടെ. ശുദ്ധന്മാരുടെ കൂടിവരവിലെ വിലയേറിയ അനുഭവങ്ങളെ ദൈവ സന്നിധിയിൽ ആരാധിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയാൽ നിറയുവാൻ ആത്മശക്തിയാൽ നിറയുവാൻ ദൈവത്തിന്റെ സന്നിധിയിലെ കർത്താവിന്റെ മക്കൾക്കുള്ള അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ നന്മകളെ പ്രാപിക്കുവാൻ വിടുതലുകൾ അനുഭവിക്കുവാൻ ഹല്ലേലൂയ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നാളത്തെ ആരാധനയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവിന്റെ പ്രസാദമായ ആരാധന ദൈവത്തിനായി ഹല്ലേലൂയ ഒരുപോലെ ഏവരും ദൈവത്തിൽ ആരാധിക്കേണ്ടതിനായി കർത്താവിന്റെ ശക്തിയുടെ പകർച്ച അനുഭവിക്കേണ്ടതിനായി ആത്മാനിറവിന്റെ വിവിധമായ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടതിനായി സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരെ സങ്കീർത്തനമുണ്ട്, പ്രബോധനമുണ്ട്, അന്യഭാഷയുണ്ട്. ഹല്ലേലൂയ ആത്മീയ വർദ്ധന വരുത്തുന്നതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ അനുഭവിക്കുവാനായി കർത്താവിന്റെ കൃപയാലെ ഹല്ലേലൂയ ആത്മീയ ശുശ്രൂഷകൾ നടക്കട്ടെ. ദൈവത്തിന്റെ ഹൃദ്യമായ അനുഭവങ്ങൾ നാം അനുഭവിക്കുവാനിടയായി തീരട്ടെ. കർത്താവിന്റെ കരസ്പർശനം ആരാധനയിൽ അനുഭവിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ രാത്രി നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സാമൂഹികമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ജോയിക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജോയിലിനായി പ്രാർത്ഥിക്കാം. ഷിമിക്കായി പ്രാർത്ഥിക്കാം. വർഷത്തിനായി മമ്മിക്കായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കാലാവസ്ഥയുടെ കെടുതികളാൽ ഈ ദിവസങ്ങളിൽ ക്ലേശം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കർഷകത്തി തോമസിനായി പ്രാർത്ഥിക്കാം. പിച്ചുമേതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. അലക്സിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഉമ്മാമയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ ചുമയാൽ ഭാരപ്പെടുന്ന പല പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യമുണ്ട്. വർഗീസ് കൂട്ടത്തിനായി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ ബലമുള്ള കരനീട്ടി കർത്താവ് വിടുവിക്കേണ്ടതിനായി കർത്താവിന്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാവരും സ്തോത്രം ചെയ്താണ്. പ്രിയപ്പെട്ടവരെ ദൈവത്തെ ഏൽപ്പിക്കാം. സൗഖ്യമാകുന്ന ദൈവത്തിന്റെ കരസ്പർശനം ഓരോരുത്തരുടെ മേൽ കർത്താവ് അയക്കേണ്ടതിനായി ഓരോരുത്തരെയും വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സർവ്വമാമയുടെ ആ ജോർജാന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ 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 നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഇംഗ്ലീഷ് സർവീസിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. രാഷ്ട്രീയ ദൈവം നൽകി സഭയെ അനുഗ്രഹിക്കേണ്ടതിനാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആത്മാ ഫലങ്ങളെ സഭയിൽ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ ഐക്യതയിൽ ആരാധിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ദൈവ സ്നേഹം വർദ്ധിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ആത്മാഫലങ്ങൾ ദൈവത്തിന്റെ തോട്ടത്തിൽ കായ്ച്ച് ഉലയുന്ന അനുഭവത്തിലേക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുന്നതിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ മിഷണറിമാരെ കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഭൂമിയ ഡിസ്ട്രിക്റ്റിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. മഹാലയോ വലിയ ചെയ്തതിനായി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ തോമസിന്റെ യാത്രകളൊക്കെ കൂടി നിക്ഷേപത്തോടെ മടക്കി വരുത്തിയതായ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ പശുപുരുഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പശു ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ ധാരാളമായി നൽകി ദൈവം സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള ദൈവങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നദിയോട് സ്തോത്രം. പിതാവേ
Hallelujah, hallelujah, hallelujah.
Hallelujah.
സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകാൻ ഞങ്ങളെ സഹായിക്കുന്നു. പ്രാർത്ഥനയാൽ നിങ്ങളുടേതായ സ്തോത്രം സർവ്വദേവ ജീവനായ ശുശ്രൂഷ അപേക്ഷിക്കുന്നു. ഇവയോടെ കേൾക്കണമേ. കർത്താവിന്റെ സന്നിധിയിലെ സന്ധ്യാസമയം ഒരുമിച്ച് കൊണ്ടുപോകാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടി വെക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ല് ഇതിൽ ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കു നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. കർത്താവിന് സ്തോത്രം. മനുഷ്യ ജീവിതത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് വിതയും കൊയ്ത്തും. എല്ലാറ്റിനും വിതയ്ക്കുന്ന ഒരനുഭവമുണ്ട്, എല്ലാറ്റിനും കൊയ്യുന്ന ഒരനുഭവമുണ്ട്. നമ്മുടെ ഈ ശരീരം ഈ ഭൂമിയിൽ വിതയ്ക്കപ്പെട്ട ഒരു വിത്താണ്. ഒരു നിസ്സഹായ കുഞ്ഞായിട്ട് ഈ ശരീരം ഈ ഭൂമിയിൽ വിതയ്ക്കപ്പെടുന്നു. ആ വിതയ്ക്കപ്പെടുന്ന ശരീരത്തിൻ്റെ കൊയ്ത്താണ് നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷ. കർത്താവിന് സ്തോത്രം. നമ്മളെല്ലാവരും സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. അപ്പോൾ ആ ശരീരം അതിൻ്റെ ആ സ്ഥലത്തിന് വേണ്ടി അത് ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്വഭാവം നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ആ നിത്യത എന്ന് പറയുന്നത് അനുഗ്രഹമാകാം, നാശമാകാം. ഇതിലൊന്നിനു വേണ്ടി നമ്മുടെ സ്വഭാവം ദൈനംദിനം ഒരുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എല്ലാ രാഷ്ട്രങ്ങളുടെയും വളർച്ച അതാത് രാഷ്ട്രത്തിൻ്റെ അന്ത്യത്തിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ രാജ്യങ്ങളൊന്നും ഇവിടെ നിലനിൽക്കുന്നതല്ല. നമ്മോട് ദൈവത്തിൻ്റെ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. ഇവിടുത്തെ ഒരു നഗരങ്ങളും നിലനിൽക്കുന്നതല്ല. അതെല്ലാം അതിൻ്റെ അവസാനത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദൈവ പൈതലിനോട് കുറച്ച് കാര്യങ്ങൾ പറയുക. സ്തോത്രം. ഹല്ലേലൂയ. നീ എന്തിനു വേണ്ടിയുള്ളവനാണ്? യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യം, ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? യഹൂദന്മാരുടെ നാട്ടിൽ 4, 5, 6 മാസം കൊണ്ടാണ് അവിടുത്തെ മിക്കവാറും വിളവുകളെല്ലാം കൊയ്തെടുക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഇടയിലെ പറച്ചിലാണ് വിതച്ചു കഴിഞ്ഞ് 4 മാസം കഴിയുമ്പോൾ കൊയ്ത്തുണ്ടാകുന്നു. എന്നാൽ കർത്താവ് അതിനെ ഒന്നുകൂടെ തിരുത്തി പറയുന്നു. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ, കുറെ കൂടെ ആത്മീയരായി നിങ്ങൾ കാര്യങ്ങളെ വീക്ഷിച്ചാൽ, കുറെ കൂടെ ദൈവകൃപയോടെ കാര്യങ്ങളെ വീക്ഷിച്ചാൽ, കുറെ കൂടെ ദൈവഭക്തിയോടെ കാര്യങ്ങളെ വീക്ഷിച്ചാൽ ഇപ്പോൾ തന്നെ വെളുത്തിരിക്കുന്ന നിലങ്ങളെ കാണാൻ കഴിയും. 4 മാസം കഴിയട്ടെ, അപ്പോൾ ഒരു കൊയ്ത്തുണ്ട് എന്ന് പറയുന്നത് നിർത്തും.
കർത്താവിന് സ്തോത്രം. എൻ്റെയും നിങ്ങളുടെയും കാലത്ത് കൊയ്ത്തെന്ന് പറയുന്നതിന് വലിയ പ്രസക്തിയില്ല. എന്നാൽ യേശു കർത്താവ് സംസാരിക്കുന്ന കാലത്ത് കൊയ്ത്തെന്ന് പറയുന്നതിന് വലിയ പ്രസക്തിയുള്ളൊരു കാലമാണ്. ആർപ്പിൻ്റെ സമയമാണ്, സന്തോഷത്തിൻ്റെ സമയമാണ്, ആനന്ദത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്, പ്രതീക്ഷ കൈവരിക്കുന്നതായ സമയമാണ്, യാഥാർത്ഥ്യമാകുന്ന സമയമാണ്. കർത്താവിന് സ്തോത്രം. അതൊരു വലിയ ആനന്ദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും, അത് ഒരാൾക്ക് മാത്രമല്ല, യജമാനന് മാത്രമല്ല, ദേശത്തിന് മുഴുവനും അതൊരു ആനന്ദത്തിൻ്റെ സമയമാണ്. കർത്താവിന് സ്തോത്രം. ഇവിടെ ദൈവമക്കളോട് അതേ കാര്യമാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ ഈ ലോകം മുഴുവനും കൊയ്ത്തിനായി വെളുത്തിരിക്കുന്നത് കാണും. നാം എല്ലാവരും അത് ആഗ്രഹിച്ച് കർത്താവിൻ്റെ പിന്നാലെ മുന്നോട്ടിറങ്ങിയവരാണ്. കർത്താവേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു കൊയ്ത്ത് വേണം. സ്തോത്രം. ഹല്ലേലൂയ. എനിക്കൊരു നല്ല കൊയ്ത്ത് വേണം കർത്താവേ. അതിനാണ് ഞാൻ നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറഞ്ഞ കൊയ്ത്ത് ആഗ്രഹിക്കുന്ന ദൈവ പൈതലിന് അത് കിട്ടും. അല്ലാത്തവർക്കൊന്നും അത് കിട്ടത്തില്ല. എന്താണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്? കർത്താവ് അതിന് തൊട്ടു മുകളിലത്തെ വാക്യത്തിൽ പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. അപ്പോൾ എൻ്റെ ആഹാരം ഇന്നതാണ്. അതെവിടെ കൊയ്താൽ കിട്ടും. ഈ ആഹാരത്തിൻ്റെ കൊയ്ത്ത് എവിടുന്ന് കിട്ടും? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ ആ ആഹാരത്തിന്റെ കൊയ്ത്തിനെ കുറിച്ചാണ് കർത്താവ് അടുത്ത വാക്യത്തിൽ പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞ ആഹാരം ഭക്ഷിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആ ആഹാരത്തിന്റെ കൊയ്ത്ത്, അതിന് ഈ ലോകം എപ്പോഴും വിളഞ്ഞു കിടക്കും. കർത്താവിന് സ്തോത്രം. എന്താണ് ഈ കൊയ്ത്ത്? കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, ഹല്ലേലൂയ, ആ നസറേത്തിലെ തച്ചൻ ജീവിതത്തിൽ പറഞ്ഞു തന്ന പ്രമാണത്തിന് അനുസൃതമായിട്ട് ഉണ്ടാകുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയ്ക്ക് കിട്ടുന്ന ആനന്ദവും സന്തോഷവും ഭക്ഷണവും കൊയ്ത്തും. ഹല്ലേലൂയ. അതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അതെന്താണ്? അതൊരു വലിയ ആർപ്പിടുന്ന ഒരു അനുഭവമാണ്, സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ്, അതൊരു വലിയ കൊയ്ത്തിൻ്റെ ഒരു അനുഭവമാണ്. കർത്താവിന് സ്തോത്രം. ആ കൊയ്ത്ത് ആർക്കാണ് കിട്ടുന്നത്? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നത് ജീവിതത്തിൽ ആഹാരമായിട്ട് അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവ പൈതലിനാണ് ആ കൊയ്ത്ത് കിട്ടുന്നത്. കർത്താവിന് സ്തോത്രം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത്, നമ്മളിപ്പോൾ പാടിയ പാട്ട് അത് തന്നെയാണ്, അവസാനം പാടിയ പാട്ട്, എൻ്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമായി. ആ പാട്ട് എഴുതിയ മനുഷ്യൻ്റെ പാട്ടെഴുതുന്ന കാലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ഇത് തന്നെ ആയിരുന്നു. ജീവിതത്തിൻ്റെ കൊയ്ത്തെന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ ആഹാരം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കൊയ്ത്തിൽ സന്തോഷിക്കണമെങ്കിൽ കൊയ്ത്തിനനുസരിച്ചുള്ള ആഹാരം ജീവിതത്തിൽ ആസ്വദിക്കുന്നവർക്ക് മാത്രമേ ആ കൊയ്ത്തിൽ സന്തോഷിക്കാനൊക്കത്തുള്ളൂ. ഒരിക്കല് ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. മരുഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ദാഹിച്ച് വെള്ളം കയ്യിലേത് തീർന്നുപോയി, ഭക്ഷണവും തീർന്നുപോയി. അങ്ങനെ ക്ഷീണിച്ച് ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി ദാഹിച്ച് വലഞ്ഞ് ഈ മനുഷ്യൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഏതാണ്ടൊക്കെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, ചാക്ക് കെട്ടിരിക്കുന്നത് കണ്ടു. ഇദ്ദേഹം വലിയ ആർത്തിയോടെ പോയി ഈ ചാക്ക് കെട്ട് തുറന്നു നോക്കിയപ്പോഴാണ് അയ്യേ പുള്ളി എന്നും പറഞ്ഞ് പുറകോട്ടിഞ്ഞ് മാറി. എന്താ കാര്യമെന്ന് അറിയാമോ? ആ ചാക്ക് കെട്ടിനകത്ത് നിറച്ച് സ്വർണ്ണ നാണയങ്ങളായിരുന്നു.
നമ്മൾ അത്ഭുതപ്പെടുക. ഈ ചാക്കുകെട്ട് നിറച്ച് സ്വർണ്ണ നാണയം കണ്ട ആരാണ് ഷേതും പറഞ്ഞ് പുറകോട്ട് മാറുന്നത്? അതിൻ്റെ കാരണം എന്തായിരുന്നു? ചാകാൻ പോകുന്ന മനുഷ്യന് ഇച്ചിരി വെള്ളമോ ഇച്ചിരി ആഹാരമോ വല്ലതുമാണ് അന്നേരം വേണ്ടത്. ചാക്കുകെട്ട് നിറച്ച സ്വർണം ആ മനുഷ്യനെ ഇപ്പം രക്ഷിക്കത്തില്ല. അതുകൊണ്ടാണ് താൻ പുറകോട്ട് ഷേന്നും പറഞ്ഞ് മാറിയത്. സ്തോത്രം. അവന് വേണ്ടത് കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ എത്ര വലിയത് കിട്ടിയത് കൊണ്ടും ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് ദൈവമക്കളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ കാര്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. ശിഷ്യന്മാരെ, എൻ്റെ മക്കളെ, എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ പിന്നാലെ വരുന്നവരെ, നിങ്ങളുടെ ആഹാരം എന്താണ്? അതിനനുസരിച്ചാണ് നിങ്ങളുടെ കൊയ്ത്ത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്. അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ആനന്ദിക്കാനും സന്തോഷിക്കാനും കഴിയുന്നത്. ആ നസറേത്തിലെ തച്ചന്റെ ജീവിതത്തിലും പ്രമാണത്തിലും ജീവിത രീതിയിലും ആനന്ദിക്കാൻ കഴിയുമെങ്കിൽ ഈ വെളുത്ത നിലങ്ങളെ കണ്ട് ആനന്ദിക്കാൻ കഴിയും. സ്തോത്രം. കർത്താവ് ഇപ്പോൾ അങ്ങനെ നിൽക്കുക. കർത്താവ് ഇപ്പോൾ ആ നിലങ്ങളെ കണ്ട് ആനന്ദിച്ച് നിൽക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അതിനകത്തിലെ ഒരാളെയാണ് കർത്താവിന് കിട്ടിയത്. നമ്മളാരെങ്കിലും റെസ്യൂമേ എടുത്ത് നോക്കിയാൽ ആ ആളിനെ ഒന്നിനും കൊള്ളത്തില്ല. ശമരിയാക്കാരി സ്ത്രീയുടെ റെസ്യൂമേ വായിച്ചു നോക്കിയാൽ യേശു കർത്താവിൻ്റെ ഈ പരിപാടികൾക്കൊന്നും അവളെ കൊള്ളാവുന്നവളല്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ അങ്ങനെയുള്ള ഒരാളെ കർത്താവ് സ്വീകരിച്ച് പ്രയോജനകരമായ രീതിയിൽ അവളുടെ ജീവിതത്തെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അവളിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ കൊയ്ത്ത് കർത്താവ് അതാണ് ഇപ്പോൾ കണ്ടത്. ശമരിയക്കാരെല്ലാം കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു വലിയ കൊയ്ത്ത്. ഹല്ലേലൂയ. പലപ്പോഴും ഈ ലോക ജീവിതത്തിൽ അനേക ദൈവമക്കളോട് ചോദിച്ചാൽ, എല്ലാവരോടും ചോദിച്ചാൽ, പാസ്റ്റർമാരോട് ചോദിച്ചാൽ, സുവിശേഷ വേല എന്ന് പറയുന്നത് ഭയങ്കര ഈ ലോകത്തിലേക്ക് ഏറ്റവും പ്രയാസപ്പെട്ട പണി. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ ഇടയ്ക്ക് ഈ കഴിഞ്ഞ മാസം ഇറങ്ങിയ ഒരു കണക്ക് വായിച്ചപ്പോൾ ഒരു ചർച്ചിലെ 33% പാസ്റ്റർമാരും ഹോസ്പിറ്റലിലാണ്. അവരുടെ രോഗങ്ങൾ മുഴുവൻ സ്ട്രെസ് റിലേറ്റഡ് രോഗങ്ങളാണ്. ജീവിതത്തിൽ താങ്ങാൻ മേലാത്ത സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് 1/3 പാസ്റ്റർമാരും ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവർക്ക് പറയാൻ കഴിയും, ഞങ്ങളുടെ വേലയാണ് ഏറ്റവും പ്രയാസപ്പെട്ടത്. കർത്താവിന് സ്തോത്രം. പെന്തക്കോസ്ത് വിശ്വാസികളോട് ചോദിച്ചാലോ അവരെന്തോ പറയും? വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയാണ്. സ്തോത്രം. ഈ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നതും ഈ കർത്താവ് പറഞ്ഞേക്കുന്നതും ഒക്കെ അങ്ങോട്ട് അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഈ ലോകത്തിലെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും, കുടുംബജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും ഈ വചനത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ അങ്ങോട്ട് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതാണോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എല്ലാം പ്രയാസമാണ്, വലിയ ദുർഘടങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ് എന്ന് പറയുന്ന ഒരു ലോകത്തോട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, എൻ്റെ മാർഗം എന്ന് പറയുന്നത് ഒരു കൊയ്ത്തിന്റെ മാർഗമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അത് കൊയ്ത്തിന്റെ മാർഗമാകുന്നത് കൊണ്ട് ഇതിനകത്തിലെ ആഹാരം ഒരു പ്രത്യേക ആഹാരമായതുകൊണ്ടാണ്. ആ ആഹാരം ആസ്വദിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ കൊയ്ത്തിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതം അതിനനുസരിച്ചായില്ലെങ്കിൽ, നമുക്ക് ഈ ആഹാരം പിടിക്കത്തില്ലെങ്കിൽ നമുക്ക് ഈ കൊയ്ത്ത് എന്താന്ന് മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ കണ്ണുകളെ ഉയർത്തി നോക്കിയാൽ, ഈ നോട്ടത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഒക്കത്തില്ല, നിങ്ങൾ കണ്ണുകളെ ഉയർത്തി നോക്കിയാൽ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം.
ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് എപ്പോഴും നോക്കാറുണ്ട്. സ്തോത്രം. ഒരു സെമിനാരി അധ്യാപകനായിരിക്കുകയും അതേപോലെ തന്നെ ഒരു സഭാ ചാർജും, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലങ്ങൾ. കുറേ വർഷങ്ങൾ പഠിപ്പിച്ചു. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ ഈ പഠിപ്പീരും സഭാശുശ്രൂഷ ഇതെല്ലാമായിട്ട് ഞാൻ പോകുന്നുണ്ടെങ്കിലും ഞാൻ ഓർക്കുന്നു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാനോ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനോ എന്നെക്കൊണ്ട് കഴിഞ്ഞത് 10-25 വർഷം സുവിശേഷവേല ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അല്പം ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തത്. അതിനു മുമ്പ് ഞാൻ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല? കൊടുക്കാഞ്ഞതിൻ്റെ കാരണം ഞാൻ ആ നസറേത്തിലെ തച്ചൻ്റെ പിൻഗാമി ആയതുകൊണ്ടാണ്. കൊടുക്കാൻ എൻ്റെ ഇല്ലായിരുന്നു. വേണേ വഴികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല സമ്പന്ന രാജ്യമായ കുവൈറ്റിലോട്ട് എൻ്റെ കൂട്ടുകാർ പലരും പല പ്രാവശ്യം വിളിച്ചു. പക്ഷെ ഞാൻ പോയില്ല. എനിക്കങ്ങനെ പോകാൻ ഇഷ്ടമില്ല. എൻ്റെ ഒരു ജീവിതശൈലിയിൽ ഞാൻ സന്തോഷിക്കുന്ന ആളാണ്. കർത്താവിന് സ്തോത്രം. അതിനനുസൃതമായ ആഹാരമാണ് എനിക്ക് സുഖമായിരിക്കുന്നത്. അതിനനുസൃതമായ കൊയ്ത്താണ് എനിക്ക് വേണ്ടത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആഹാരം, നമ്മുടെ കൊയ്ത്ത്, ഇത് രണ്ടും തമ്മിൽ വളരെ കണക്ട് ചെയ്ത് കിടക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് ഈ ലോകത്തിൻ്റെ ആഹാരമല്ല, ഇതിനകത്തിലെ ആഹാരം. ഈ ലോകത്തിൻ്റെ കൊയ്ത്തല്ല, ഇതിനകത്തിലെ കൊയ്ത്ത്. ഈ ലോകത്തിൻ്റെ കൊയ്ത്ത് നേരെ നോക്കിയാൽ കാണാം. ഈ കൊയ്ത്ത് കണ്ണുകളെ ഒന്നുകൂടെ ഉയർത്തി നോക്കിയെങ്കിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്ത് കാണാൻ പറ്റും? കർത്താവ് അതിന് പറയുകയാണ്, നിങ്ങളിപ്പോൾ തന്നെ വെളുത്തിരിക്കുന്ന നിലങ്ങളെ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. കർത്താവ് 2 കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് അവിടെ പറഞ്ഞേക്കുക. കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടി വയ്ക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ല് ഇതിൽ ഒത്തിരിക്കുന്നു. ഒരു പഴഞ്ചൊല്ല് അവിടെ ഉണ്ടായിരുന്നു. എന്താണ്? വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ. നിങ്ങൾ പഴയ നിയമം നോക്കിയാൽ ആ പഴഞ്ചൊല്ല് ഒരു ശിക്ഷാവിധിയായിട്ടാണ് പഴയ നിയമത്തിൽ പറഞ്ഞേക്കുന്നത്. 128 സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ അധ്വാന ഫലം നീ തിന്നുവെന്നാണ്. അപ്പൊ നീ വിതയ്ക്കും, നീ തിന്നും. അതാണ് അനുഗ്രഹം. യഹോവാ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ, 15-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ശിക്ഷാവിധിയായിട്ടാണ് അവിടെ പറഞ്ഞത്. എന്ത്? നീ വിതയ്ക്കും, മറ്റൊരുത്തനത് കൊയ്യും. എന്നാൽ അതേ പ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു അനുഗ്രഹമായിട്ട് ദൈവവനത്തോട് പറഞ്ഞേക്കുന്നു. എന്ത്? ഒരുവൻ വിതയ്ക്കുന്നു, മറ്റൊരുത്തൻ കൊയ്യുന്നു എന്ന പഴഞ്ചൊല്ലി ഇവിടെ ഒത്തിരിക്കുന്നു. ദൈവത്തിന്റെ രാജ്യത്തിലെ പ്രമാണം പഴയ പ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രമാണം. ഹല്ലേലൂയ. ചിലപ്പോൾ വിതയ്ക്കുന്നവന് തൻ്റെ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ വിതയ്ക്കാനേ പറ്റുന്നുള്ളൂ. അവനൊന്നും കൊയ്യാനായിട്ട് മിക്കപ്പോഴും കഴിയാറില്ല. സ്തോത്രം. എന്നാൽ വേറൊരുത്തൻ അവൻ്റെ ജീവിതകാലം മുഴുവനും
കൊയ്ത്തായിരുന്നു. സ്തോത്രം. ഈ ലോകത്തിലെ അനേക സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചു. ചിലർ വിതയ്ക്കാൻ പോയി, അവര് വിതച്ചു, പക്ഷേ യാതൊന്നും അവർക്ക് കൊയ്യാൻ കിട്ടിയില്ല. ഒരു 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 ജീവിതം മുഴുവൻ അവിടെ ചെലവഴിച്ചു. ഒരാളെ പോലും ദൈവപൈതലായിട്ട് മാനസാന്തരപ്പെടുത്താൻ കഴിയാതെ ജീവിതം തീർത്തവരൊത്തിരി പേരുണ്ട്. എന്നാൽ അടുത്തൊരു സംഘം ചെന്നു. അവര് വിതയ്ക്കുകയല്ലായിരുന്നു, ചെന്നപ്പോ തൊട്ടവര് കൊയ്യുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ചിലർ വിതയ്ക്കുക മാത്രം ചെയ്തു. ചിലർ വിതച്ചതിൽ നിന്ന് ചിലർ കൊയ്യാനായിട്ട് തുടങ്ങി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു പ്രമാണം ഇവിടെ ഉണ്ട് എന്ന് കർത്താവ് പറയുന്നു. കാരണം വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. ഈ ലോകത്തിൽ അതില്ല. കാരണം വിതയ്ക്കുന്നത് ഒരിക്കലും സന്തോഷത്തോടല്ല. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ കണ്ണുനീരോടെ വിതയ്ക്കുന്നു, വിത്ത് ചുമന്ന് കരഞ്ഞും കൊണ്ട് പോകുന്നു. അതുകൊണ്ട് വിതയ്ക്കുന്നവന്റെ എപ്പോഴും അവന്റെ സ്ഥിതി ഒരു കരച്ചിലിന്റെ സ്ഥിതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ അവൻ എപ്പോഴാണ് സന്തോഷിക്കുന്നത്? അവന്റെ കരച്ചിൽ മാറുന്നത് കൊയ്യുന്ന സമയത്താണ്. എന്നാൽ ഇവിടെ പുതിയൊരു പ്രമാണം ദൈവം പറയുക, നീ ഒരിക്കലും കൊയ്തില്ലെങ്കിലും നിന്റെ വിതയിൽ തന്നെ നിനക്ക് സന്തോഷിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ദൈവ ജനത്തോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ആമോസ് പ്രവാചകൻ ഇത് പറയുന്നുണ്ട്. ആമോസ് 9-ന്റെ അല്ല, അതിന്റെ 2 വാക്യം കൂടെ മുമ്പോട്ട് ചേർത്ത് വായിച്ചേ മോളിന്ന്. അല്ല, എൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും പണിയും. ദാവീദിന്റെ വീണുപോയ അപ്പൊ ഒരു കാലം വരാൻ പോകുന്നു. എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത? വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും പണിതെടുക്കാൻ പോകുന്നു. ദാവീദിന്റെ കൂടാരം ഒരു വലിയ വാഗ്ദത്തമായിരുന്നു. ദൈവം കൊടുത്ത വലിയ വാഗ്ദത്തമായിരുന്നു. മശിഹായെ വരാനുള്ളതാണ്. ദൈവജനത്തിന്റെ ദൈവരാജ്യം എന്താണെന്ന് പഠിപ്പിച്ചതാണ്. അത് മുഴുവനും വിലയേറിയ അനുഭവങ്ങളെല്ലാം കിടക്കുന്നത് ദാവീദിന്റെ കൂടാരത്തിലാണ്. പക്ഷേ ദാവീദിന്റെ കൂടാരം വീണുപോയി. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറഞ്ഞു, ദൈവത്തിന്റെ ആലോചന ദൈവത്തിന്റെ ദാസന് കൊടുത്തു. വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ ഞാൻ ഇനി വീണ്ടും നിവർത്തും. അതിനെ വീണ്ടും അതിന്റെ സ്ഥാനത്ത് തന്നെ ഞാൻ അതിനെ നിർത്തും. അതിന്റെ പോരായ്മകളെ ഒക്കെ തീർത്ത് ഞാൻ അതിനെ പണിതെടുക്കും. അടുത്ത വാക്യം. കർത്താവിന് സ്തോത്രം. ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുന്ന കാലം. ഹല്ലേലൂയ. ഇപ്പൊ 4 മാസം 6 മാസം വേണം വിതച്ചിട്ട് കൊയ്യാൻ. സ്തോത്രം. മുന്തിരിവള്ളി നട്ടിട്ട് ഇത്ര വർഷങ്ങൾ കാത്തിരുന്ന് കഴിയുമ്പോഴാണ് അതിന്റെ ഫലം എടുക്കാൻ തുടങ്ങുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആലോചന, ദൈവദാസൻ പറയുന്നു, ആ കാലം മാറിയിട്ട് ഒരു പുതിയ കാലം ഉണ്ടാകാൻ പോകുന്നു. ഞാൻ വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ യഥാസ്ഥാനപ്പെടുത്തി കഴിയുമ്പോൾ ഉഴുന്നവൻ കൊയ്യുന്നവനെ തുടർന്നെത്തും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഉഴുത് കഴിഞ്ഞിട്ട് താമസമില്ല കൊയ്ത്തിന്. ഉഴുതാ ഉടനെ കൊയ്ത്ത്. ഹല്ലേലൂയ. അതേപോലെ തന്നെ മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ കൊയ്ത്ത് കഴിഞ്ഞ ഉടനെ വിത. ഗ്യാപ്പൊന്നുമില്ലാതെ തുടർമാനമായിട്ട് ദൈവത്തിന്റെ പണികൾ, കർത്താവിന്റെ സഭയിൽ ദൈവം ശക്തിയോടെ തടസ്സം കൂടാതെ കാലതാമസമില്ലാതെ
ഹല്ലേലൂയ, വിതയും കൊയ്ത്തും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാളിനെ ദൈവം വരുത്താനായിട്ട് പോകുന്നു. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നിന്റെ റോള് നീ ചെയ്തുകൊണ്ടിരിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സദൃശവാക്യം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, Proverbs 10:5, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വിശദീകരിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. മകൻ കൊയ്ത്തുകാലത്ത് അവൻ ഉറങ്ങുകയാണെങ്കിൽ അവൻ അപ്പന് അപമാനം വരുത്തുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കൊയ്ത്തുകാലത്ത് ഉറങ്ങാതിരിക്കണമെങ്കിൽ എന്ത് വേണം? തലപൊക്കി കാര്യങ്ങളെ ശരിയായിട്ട് കണ്ടു കഴിയുമ്പോൾ, ഹല്ലേലൂയ, അങ്ങനെയുള്ളവൻ അന്നേരം അവൻ ഉറക്കം വരത്തില്ല. കൊയ്ത്തായാ പിന്നെ അവൻ ഉറങ്ങാൻ തോന്നത്തില്ല. അവൻ്റെ സകല എനർജിയും സംഭരിച്ചുകൊണ്ട് ഉറക്കമില്ലാതെ കാത്തിരുന്നാണ് കൊയ്യാൻ. ഞാൻ ഒരിക്കൽ കുറച്ച് കൃഷി ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അന്ന് കണ്ട കാര്യമാണ്, കൊയ്ത്താണെന്നറിഞ്ഞാൽ അധികാലത്ത് കൊയ്ത്ത് തുടങ്ങുന്നതിനൊക്കെ മണിക്കൂറുകൾക്ക് മുമ്പേ കൊയ്യാൻ ആളുകൾ ഇങ്ങനെ വന്ന് അവിടെ വന്നിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ മനുഷ്യനാണെങ്കിൽ, തലകളെ ഉയർത്തി നോക്കുന്നവനാണെങ്കിൽ, യഥാർത്ഥ ആഹാരം ഭക്ഷിക്കുന്നവനാണെങ്കിൽ, അവൻ കൊയ്ത്തുകാലത്ത് നാണക്കേട് വരുത്തത്തില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം. അടുത്തത്, കൊയ്യുന്നവൻ കൂലി വാങ്ങുന്നു. രണ്ടാമത്, നിത്യജീവങ്കലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. കൊയ്യുന്നവൻ കൂലി വാങ്ങുന്നു. 2, നിത്യജീവങ്കലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. യെശയ്യാ പ്രവാചകൻ നമ്മോട് പറഞ്ഞു, 61-ാം അധ്യായത്തിന്റെ 10-11 വാക്യത്തിൽ, ഇതാ കൂലിയും പ്രതിഫലവും എന്റെ പക്കലുണ്ട്. അത് വായിച്ചാട്ടെ, 61-ന്റെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്യത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. 40-ന്റെ 10. യെസ്, കർത്താവിന് സ്തോത്രം. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. 2 കാര്യങ്ങൾ വേർതിരിച്ച് പറഞ്ഞേക്കുന്നു: കൂലി, പ്രതിഫലം. സ്തോത്രം. കൂലി എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്വാനം, അധ്വാന ഫലം, റിക്കോമ്പൻസ്. സ്തോത്രം. പ്രതിഫലം, റിവാർഡ്. ഇത് രണ്ടും രണ്ടായിട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഞാൻ കൊടുക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയും, ഞാൻ 2ആയിട്ടാണ് തരുന്നത്. ഞാൻ കൂലി തരും, ഞാൻ പ്രതിഫലം തരും. സ്തോത്രം. ഇവിടെ കൊയ്യുന്നവനോടും കർത്താവ് അതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി. ഹല്ലേലൂയ. അല്ലായിരുന്നെങ്കിൽ കൊയ്യുന്നവനെ സന്തോഷിക്കത്തുള്ളായിരുന്നു, വിതയ്ക്കുന്നവൻ കണ്ണുനീരും കൊണ്ട് നടക്കുമായിരുന്നു. എന്നാൽ ദൈവം തമ്പുരാൻ അതിന് വ്യത്യാസം വരുത്തി. കാരണം എന്താണ് ദൈവം വ്യത്യാസം വരുത്തിയത്? ദൈവം വ്യത്യാസം വരുത്തിയത് ഇങ്ങനാണ്: കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കലേക്ക്
വിളവ് കൂട്ടിവെക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ കൊയ്യുന്നവന് കിട്ടുന്ന ഒന്നുണ്ട്, അതവന്റെ കൂലി കിട്ടുന്നു. എന്നാൽ കൂലി കൊണ്ട് അത് അവസാനിക്കുന്നില്ല. പിന്നെ എന്താണ്? നിത്യജീവങ്കലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നസറേത്തിലെ തച്ചന്റെ മാർഗം. സ്തോത്രം. കൂലി മാത്രമായിരുന്നെങ്കിൽ നമ്മൾ ആരും ഈ കാര്യത്തിന് വേണ്ടി ശ്രദ്ധിക്കത്തില്ലായിരുന്നു. കിട്ടുന്ന മതി. സ്തോത്രം. എന്നാൽ കൂലി എന്ന് പറയുന്ന ഒന്നുമില്ല. കാതലായത് പ്രതിഫലം, നിത്യജീവങ്കിലേക്ക് കൂട്ടിവെക്കുന്നത്. കർത്താവിന് സ്തോത്രം. അതാണ് കാതലായത്. മറ്റേതിന് നൈമിഷികമായതാണ്. വലിയ പ്രസക്തി ഒന്നും അതിനില്ല, വലിയ പ്രാധാന്യമൊന്നും അതിനില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു കാര്യമാണെങ്കിലും ഈ ദൈവത്തിന് അതും പ്രസക്തമാണ്. ആരെയും അധ്വാനിച്ചിട്ട് ദൈവം കൂലി കൊടുക്കാതിരിക്കത്തില്ല. പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത പ്രമാണത്തിലെ കാതലായ ഒരു പ്രമാണമാണ്. പുതിയ നിയമകാലമായാലും അതിന് മാറ്റമില്ല. നിന്റെ വീട്ടിൽ വേല ചെയ്യുന്നവന്റെ കൂലി നാളെ ആട്ടെന്ന് നീ പറയരുത്. സ്തോത്രം. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. അധ്വാനിക്കുന്നവന് അന്ന് വൈകിട്ട് തന്നെ അവന്റെ കൂലി കൊടുത്തിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം കൊടുത്ത കൽപ്പന ദൈവം ഒരിക്കലും മാറ്റത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഈ ദൈവത്തെ സേവിക്കുന്നത് കൂലിക്ക് വേണ്ടിയല്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനേക്കാൾ വളരെ കാതലായ ചിലത് നിത്യജീവങ്കലേക്ക് കൂട്ടിവെക്കുന്ന ചിലത് കണ്ടുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോസ്തലൻ കർത്താവിനോട് പറഞ്ഞു, ഗുരു, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. കർത്താവ് അന്നേരവും മറുപടി പറഞ്ഞു, എൻ്റെ നാമം നിമിത്തം ഇത് 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 ഇതെന്തെങ്കിലും വിട്ടവൻ ഈ ലോകത്തിൽ വെച്ച് തന്നെ ഇത്ര മടങ്ങും വരുവാനുള്ള ലോകത്തിൽ നിത്യ ജീവനെയും പ്രാപിക്കാത്തവനില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് തൻ്റെ മക്കളോട് പറയുകയാണ്, ഹല്ലേലൂയ, വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ. നിത്യ ജീവങ്കലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. നമ്മുടെ നാടൻ ഭാഷയിൽ പണ്ടത്തെ കാലങ്ങളിൽ നമ്മുടെ നാട്ടുകാരെല്ലാം കൃഷിഫലങ്ങൾ എടുക്കുമ്പോൾ അവരതിന് പറയുന്നത് വിളവെന്നാണ്. വിളവെന്നാണ്. അവരതെല്ലാം എടുത്തിട്ട് കൂട്ടിവെക്കുന്നു. സ്തോത്രം. എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വർഷത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം, ഒരു കൊല്ലത്തേക്ക് വേണ്ട ചേന, ഒരു കൊല്ലത്തേക്ക് വേണ്ട കാച്ചിൽ, അടുത്തൊരു 6 മാസത്തെങ്കിലും മിനിമം വേണ്ട ചേമ്പ്, അതെല്ലാം വീട്ടിനകത്തേക്ക് കൊണ്ടുവന്ന് അതിനകത്ത് കൊണ്ട് ഇട്ടാൽ മതി. അതിനൊന്നും ഒരു കേടും വരത്തില്ല. ഇവിടുത്തെ ഈ ചേമ്പാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് 4 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ അങ്ങ് അഴുകാൻ തുടങ്ങും. അത് മറ്റേതൊന്നും അങ്ങനെയല്ലായിരുന്നു. അത് 6 മാസമായാലും അത് അതുപോലെ കിടക്കും. പണ്ടത്തേനെക്കാട്ടി കുറെ കൂടെ രുചി അതിൻ്റേത് വർദ്ധിക്കുകയും ചെയ്യും. അതങ്ങനെ കൂട്ടിവെക്കുകയായിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും അതിൻ്റെ വെള്ളം പറ്റും തോറും അതിൻ്റെ ടേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. കൂലി ആ സമയത്ത് ഇതിങ്ങനെ വിളവ് കൂട്ടി വെക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവ പൈതലേ, കണ്ണു ഉയർത്തി നോക്കിയാൽ എൻ്റെ ഓരോ ദിവസത്തിൻ്റെയും ജീവിതത്തിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. എൻ്റെ ഒരു ജീവിതത്തിൻ്റെ വില എന്താണ്? എൻ്റെ ഓരോ ദിവസത്തിൻ്റെയും വില എന്താണ്? എൻ്റെ പ്രവൃത്തിയുടെ വില എന്താണ്? എൻ്റെ അധ്വാനത്തിൻ്റെ വില എന്താണ്? ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് 38-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ
പ്രവേശിച്ചിരിക്കുന്നു. സ്തോത്രം. കൂലിയും പ്രതിഫലവും. വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ കർത്താവ് ആ കാര്യം അവിടെ 22:12 അന്നേരം കൂലിയല്ല, അവിടെ പ്രതിഫലമാണ്. കൂലിയുടെ സമയം കഴിഞ്ഞു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം, മഹാദൈവം ഇങ്ങനെ വലിയ ആകാംക്ഷയോടെ ഇരിക്കുക. സ്തോത്രം. ദൈവം ആകാംക്ഷയോടെ ഇരിക്കുക. എന്താണ് ദൈവത്തിന്റെ ആകാംക്ഷ? എനിക്ക് വേഗം കൊണ്ടുപോയി എനിക്ക് എൻ്റെ മക്കൾക്ക് ഇത് കൊടുക്കണം. സ്തോത്രം. അത് മേടിക്കാൻ വേണ്ടി വലിയ ആർത്തിയോടെ ഇരിക്കുന്ന കുറെ മക്കളുണ്ട്. നാഥാ എത്ര നാൾ, നാഥാ എത്ര നാൾ, ഹല്ലേലൂയ, എത്ര നാൾ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. പിതാവ് പറഞ്ഞു, നിന്റെ സഹോദരവർഗങ്ങളിൽ കുറെ പേരൂടെ ഇനിയും വന്നു ചേരാനുണ്ട്. സ്തോത്രം. നിന്റെ സഹോദരവർഗങ്ങളിൽ കുറെ പേരൂടെ വന്നു ചേരാനുണ്ട്. അവരൂടെ വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവം പറയുക, ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ബന്ധപ്പെടുന്ന ഒരു ദൈവം. വേഗം വരണം. നമ്മളിവിടെ നിന്നുകൊണ്ട് പറയുന്നു, കർത്താവേ വരണമേ, കർത്താവേ വരണമേ. സഭ പറയുന്നു, കർത്താവേ വരണമേ. കർത്താവിന് സ്തോത്രം. എന്നാൽ ദൈവം പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. എനിക്ക് എൻ്റെ മക്കൾക്ക് ചിലതൊക്കെ കൊടുക്കാനുണ്ട്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. വട്ടവും മാലിന്യവുമേ ഒട്ടുമേശിടാതെയുള്ളൊരു അവകാശം ലഭ്യമാകുക